അനേകായിരങ്ങൾക്ക് സുവിശേഷത്തിന്റെ ആവേശം പകരാൻ, മിശിഹ അനുഭവത്തിന്റെ അഗ്നി കൊളുത്താൻ പീഠത്തിന്മേൽ ഉയർത്തി വയ്ക്കപ്പെട്ട പൊൻവിളക്ക്. 1910 ആഗസ്റ്റ് 19 കുടമാളൂരിൽ വിരിഞ്ഞ സഹനപുഷ്പം. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമയുടെ തിരുനാൾ ജൂലൈ 28 നാം ആഘോഷിക്കുകയാണല്ലോ. പരിധിയില്ലാത്ത സ്നേഹവും പരാതികളില്ലാത്ത സഹനവുമാണ് ലോകദൃഷ്ടിയിൽ അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത അൽഫോൻസാമയെ വിശുദ്ധിയുടെ സോപാനത്തിലേക്ക് ഉയർത്താൻ ദൈവം തിരുമനസ്സായതിന്റെ രഹസ്യം. വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ അവളും സ്നേഹത്തിന്റെ പിന്നാലെ ഓടുകയായിരുന്നു. ലോകം വെച്ചു നീട്ടുന്ന മാസ്മരിക സ്നേഹത്തിന്റെയോ കപട സ്നേഹത്തിന്റെയോ പിന്നാലെയല്ല, മറിച്ച് മാറി നിൽക്കാതെ മാറിൽ ചേർക്കുന്ന ചങ്കു പറിച്ചു തന്ന് കൂടെ നിൽക്കുന്ന സ്നേഹത്തിന്റെ പിന്നാലെ. ആ സ്നേഹം ഉള്ളിൽ നിറഞ്ഞതുകൊണ്ടാണ് വേദനയാൽ ഉറങ്ങാതെ കിടക്കുമ്പോഴും നീ എന്തു ചെയ്യുകയാണെന്ന ചോദ്യത്തിന് ഞാൻ എന്റെ നാഥനെ സ്നേഹിക്കുകയാണെന്ന് പറയാൻ അൽഫോൻസാമയ്ക്ക് സാധിച്ചത്. എനിക്ക് സഹനങ്ങളും സഹനശക്തിയും തരിക എന്ന് തന്റെ മണവാളിന്റെ അടുത്ത് വാശി പിടിക്കുന്ന അൽഫോൻസാമയുടെ ജീവിതത്തിൽ സഹനങ്ങളുടെ ഒരു പെരുമഴ തന്നെ തമ്പുരാൻ സമ്മാനിച്ചു. പെറ്റമ്മയുടെ സ്നേഹവാത്സല്യങ്ങളോ താരാട്ടുപാട്ട് കേൾക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ബാല്യകാലം, പോറ്റമ്മയുടെ കുത്തുവാക്കുകളും ശാപവാക്കുകളും നിറഞ്ഞ കൗമാര കാലഘട്ടം. ക്രിസ്തുവിന്റെ സ്വന്തമായി ക്രിസ്തുവിനോട് ചേർന്നിരിക്കുകയാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് മനസ്സിലാക്കി അതിന് തടസ്സമായി നിന്ന തന്റെ സൗന്ദര്യമില്ലാതാക്കാൻ അഗ്നികുണ്ഡത്തിൽ ചാടിയ കാലം. എല്ലാ എതിർപ്പുകളെയും മറികടന്ന് ക്ലാരമഠത്തിന്റെ ചുമരുകൾക്കിടയിൽ അഭയം കണ്ടെത്തിയെങ്കിലും സഹനങ്ങളുടെ തോരാമഴ അവളുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരുന്നു. സന്യാസാശ്രമത്തിനുള്ളിൽ കൂടെയുള്ള തന്റെ സഹോദരിമാരുടെ അസൂയവാഹമായ പെരുമാറ്റവും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അവളെ തളർത്തിയില്ല. മറിച്ച് തന്റെ ദിവ്യനാഥനെ കൂടുതൽ സ്നേഹിക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് അൽഫോൻസാമ സഹനങ്ങളെ കണ്ടത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയാലേ അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. മുന്തിരി ചക്കിലിട്ട് ആട്ടിയാലേ അതിൽ നിന്ന് സാധുള്ള മുന്തിരിച്ചാറ് ലഭിക്കുകയുള്ളൂ. കാഴ്ചയിൽ വെറും ഗോതമ്പ് മണിയോ മുന്തിരിയോ ആകാനല്ല അൽഫോൻസാമ ആഗ്രഹിച്ചത്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുമ്പോഴുള്ള വേദനയും മുന്തിരി ചക്കിലിട്ട് ആട്ടുമ്പോഴുള്ള നൊമ്പരവുമാണ് അൽഫോൻസാമ ആഗ്രഹിച്ചത്. അങ്ങയുടെ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയും നാളവും ആകുന്നതുവരെ എന്നെ എളിമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് സഹനത്തിന്റെ മുൾക്കിരീടത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ മാതൃക കാണിച്ച അൽഫോൻസാമയെ പോലെ സഹനത്തെ സ്വീകരിക്കാൻ ഈ അമ്മയുടെ മാധ്യസ്ഥം നമുക്കും തേടാം.